ഓം ശാന്തി. എന്നും ജീവിതം അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതാവാൻ ആഗ്രഹിക്കാത്ത ആരുണ്ട്? തീർച്ചയായിട്ടും ഞാനടങ്ങുന്ന എല്ലാവരും ആഗ്രഹമായിരിക്കണം. ജീവിതത്തിൽ എന്നെന്നും അത്ഭുതങ്ങൾ നടക്കണം. എന്നും നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ അത്ഭുതകരമായിക്കൊണ്ട് രക്ഷപ്പെടുത്താനൊരു മാലാഖ, കൊണ്ടുതരാനൊരാൾ, സ്നേഹിക്കാനൊരു മാലാഖ. ഞാൻ മാലാഖ എന്ന് മീൻ ചെയ്യാൻ കാരണം എവിടെന്നോ ഒരു മാലാഖ പറന്നു വരുന്നു എന്നൊന്നുമല്ല കേട്ടോ അതിനർത്ഥം. നമ്മുടെ ജീവിതത്തിൽ സമയത്ത് സഹായിക്കാൻ ഒരാൾ വരുമ്പോൾ നമ്മൾ അവരെ മാലാഖ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുക. പോസിറ്റീവ് എനർജി ആയിക്കൊണ്ട്, സഹായമായിക്കൊണ്ട്. ഞാൻ അതിലുപരി ആയിക്കൊണ്ട് എപ്പോഴും ഞാൻ മാനിക്കാറ്, ഒരാൾ എനിക്ക് സഹായവുമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിരാകാരിയായിരിക്കുന്ന ഭഗവാൻ, ജ്യോതിസ്വരൂപനായ പരമാത്മ, ആ ഈശ്വരന് എന്നെ സഹായിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരുപാട് വ്യക്തികളെ, ഒരുപാട് വസ്തുക്കളെ, പ്രപഞ്ചത്തിലെ ജീവികളെ, കാറ്റിനെ, വെള്ളത്തിനെ, എന്തിനെ ഉപയോഗിക്കാം. ഇന്ന് ഈ ദിവസം വരെയുള്ള എൻ്റെ ശ്വാസത്തിലടക്കം അത്തരം ഭഗവാന്റെ മിറക്കിൾസ് ഞാൻ അനുഭവിക്കാറുണ്ട്. അതുകൊണ്ട് ആ മിറക്കിൾസ് എന്നെന്നും ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരണോ, റിയലൈസ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ ക്ലാസ് എടുക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ജീവിതത്തിൽ എന്നെന്നും അത്ഭുതങ്ങളെന്ന്. ഞാനും അത്ഭുതത്തോടെ തന്നെയാണ് ആ വീഡിയോ കണ്ട് കേട്ട് പഠിച്ചത്. അപ്പോൾ അന്നൊരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തു. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതായിരിക്കുന്ന വലിയൊരു ഗുണത്തിൻ്റെ ഒപ്പം സം വേർഡ്സ്, വാക്കുകൾ എന്ന് പറയുന്നത് മന്ത്രങ്ങളാണല്ലോ. നിങ്ങൾ ഓർത്തു നോക്കി, പണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ മന്ത്രങ്ങൾ പഠിപ്പിച്ചു തന്നു. ആ മന്ത്രങ്ങൾ ആത്മാർത്ഥമായി ഹൃദയസ്ഥമാക്കിക്കൊണ്ട് അതിനെ ഉച്ചരിക്കുമ്പോൾ ഭാവത്തെ, എനർജിയെ കണ്ട് ഉച്ചരിച്ചു. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമായി. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അതിലപ്പുറം കുറേ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കുകളിലൂടെ പലരും പലതും ചെയ്യുന്നുണ്ട്. ഒന്നും തെറ്റെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം ഏതൊരു വാക്കും അതിനൊരർത്ഥം ഉണ്ടെങ്കിൽ, ഒരു ഊർജ്ജം ഉണ്ടെങ്കിൽ, അത് പലവട്ടം പറയുന്നത് അത് നമുക്ക് തന്നെ, നമ്മളെ തന്നെ ബ്ലെസ് ചെയ്യുന്നതിന് തുല്യമാണ്. വേറൊരാളെ ശപിക്കാൻ വേണ്ടിക്കൊണ്ട് മോശമായ വാക്കുകൾ പലതവണ മുഖത്ത് നിന്ന് വരുന്നുവെങ്കിൽ അത് നിങ്ങൾക്കുള്ള ശാപമാണ്. അക്കാര്യം മറക്കരുത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ബ്ലെസ് ചെയ്യാൻ വേണ്ടിക്കൊണ്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഈ വായ കൊണ്ട് പുറത്തു വരുന്ന വാക്കുകൾ. അത് ഹൃദയവും നമ്മുടെ ചിത്തവും മനസ്സും ഉപബോധ മനസ്സുകളുടെ ഒരു അകമ്പടിയോട് കൂടിയിട്ട് വായിൽ നിന്ന് വരുന്ന വാക്കുകളുണ്ടോ, ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെയും ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഈ വീഡിയോ കണ്ട ദിവസം, അന്ന് രാത്രിയിൽ ഞാൻ ഈശ്വരൻ്റെ അടുത്ത് വണ്ടർഫുള്ളായ രീതിയിൽ സംസാരിച്ചുറങ്ങും മുന്നേ, ഇതെൻ്റെ സ്ഥിരം ശീലമാണ്. ഞാൻ നിങ്ങളോട് പറയാറുള്ളത് പോലെ തന്നെ എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങും മുന്നേ ഈശ്വരന് കത്തെഴുതിക്കൊണ്ട് നല്ലത് നടന്നതിനൊക്കെ താങ്ക് യു, എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉണ്ട് ബാബ, എനിക്കിതിനെന്താ വെച്ചാൽ ഒരു സൊല്യൂഷൻ, സപ്പോർട്ട് കിട്ടണം. അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു കാര്യം സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്നും ഈശ്വരന് കത്ത് എഴുതിയിട്ടേ ഉറങ്ങാറുള്ളൂ. അതുകൊണ്ട് ഹൃദയത്തിന് പ്രയാസങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല, വരുത്തില്ലെന്ന് ആശിക്കട്ടെ. ഭഗവാന്റെ കരുണ എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ സദാ ഈശ്വരൻ്റെ ബ്ലെസ്സിങ് കിട്ടുന്നുവെന്ന് അനുഭവിക്കുന്നു. അതിനുവേണ്ടി നന്ദി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ഞാൻ അന്ന് ചെയ്തു നോക്കി. എന്താ അറിയോ, ഞാൻ ആ വാക്കിൽ, ആ ഒരു വീഡിയോയിൽ കണ്ട ഒരു കാര്യം, പഠിച്ച ലെസണിൽ കണ്ട ഒരു കാര്യം, അത്ഭുതം എന്നൊരു വാക്കാണ്. അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ജീവിതത്തിൽ ഒരുപാടല്ലേ അത്ഭുതങ്ങൾ. ഈശ്വര, എൻ്റെ ജീവിതത്തിൽ എന്നെന്നും അത്ഭുതമാണ്. നീ ഇന്ന് എനിക്ക് ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ചൊരു സാധനത്തെ എനിക്ക് തന്നല്ലോ, അത്ഭുതം തന്നെ. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കോള് വരാത്തതിൽ വിഷമിച്ച ദിവസം അവൻ എനിക്ക് വേണ്ടി വിളിച്ചല്ലോ, അത്ഭുതം തന്നെ. ഇങ്ങനെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായിരിക്കുന്ന, ഞാൻ 1-2 എക്സ്പീരിയൻസ് പറഞ്ഞു എന്ന് മാത്രം, ചെറുതും വലുതുമായിരിക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ താങ്ക് യു പറഞ്ഞു, അതങ്ങ് വിട്ടു എന്നല്ലാതെ ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളാണ്, ഈശ്വരൻ്റെ അത്ഭുതമാണെന്ന് മനസ്സിലാക്കിയിട്ടേ ഇല്ലായിരുന്നു. അന്ന് ഞാൻ എനിക്ക് കിട്ടിയ എല്ലാ അത്ഭുതങ്ങൾക്കും ഹൃദയം നിറച്ച് ഈ അത്ഭുതത്തിന് നന്ദി, ഈ ഒരു അത്ഭുതത്തിന് നന്ദി. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഭഗവാനെ നിൻ്റെ കരങ്ങൾ കൊണ്ട് നീ കനിഞ്ഞു തരുന്നത് എന്നൊക്കെ ഹൃദയം കൊണ്ട് സംസാരിച്ച് രാത്രി അവസാനം ഉറങ്ങും മുന്നേ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി ആനന്ദം കൊണ്ട്, ആനന്ദഭരിതമായി ഉറങ്ങി.
പിറ്റേ ദിവസം രാവിലെ എനിക്ക് കുറച്ച് എമർജൻസി ഹെൽപ്പ് വേണമായിരുന്നു. സം പേഴ്സൺസ്, എന്തിനേറെ പറയണം, നമ്മുടെ ഭാരതത്തിൽ നിന്നല്ല, അങ്ങ് വിദേശത്ത് ഒരുപാട് ദൂരമുള്ള ഒരു രാഷ്ട്രത്തിൽ നിന്ന് രാവിലെ ആ സന്ദേശം ചെന്നെത്തുകയും എനിക്കൊരു മെസ്സേജ് വന്നു, ഇങ്ങനെ ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നു, എങ്ങനെ ഞാൻ ചെയ്യണം. എനിക്ക് വിശ്വസിക്കാനായില്ല. ഈ അത്ഭുതം എന്ന വാക്ക് ഇത്രയും രാജ്യത്തിന്, ഒന്നും രണ്ടും ഒന്നല്ല, അങ്ങ് ദൂരെ ഉള്ളതായിരിക്കുന്ന ഒരു രാജ്യത്തിൽ പോയിട്ട് ഈ മെസ്സേജിൻ്റെ റിപ്ലൈയും കൊണ്ടുവന്നു. സോ ഞാൻ മെസ്സേജ് ഇട്ടു, യെസ് യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. മിനിറ്റുകൾക്കുള്ളിൽ ആ ഒരു ഗിഫ്റ്റ് അഥവാ ആ ഒരു അത്ഭുതം എൻ്റെ ലൈഫിലേക്ക് വരികയും ചെയ്തു. എന്തുകൊണ്ടാണ് സിസ്റ്റർ ആളും രാജ്യവും എമൗണ്ടോ അല്ലെങ്കിൽ കാര്യം എന്ത് എന്നൊന്നും പറയാത്തത് എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. സിസ്റ്ററുടെ ജീവിതം ഈശ്വരൻ്റെ മുന്നിലുള്ളതായിരിക്കുന്ന ഒരു തുറന്ന പുസ്തകമാണ്. ഈശ്വരൻ്റെ നിയമവും മര്യാദകൾക്കും അനുസരിച്ചുകൊണ്ട് ആനന്ദഭരിതമായി ജീവിക്കുന്നൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ മുഖ്യ പങ്ക് ഈശ്വരൻ്റെ ഗൈഡൻസും ഈശ്വരൻ്റെ ഡയറക്ഷനും ഈ ലൈഫിലെ ഓരോ നേട്ടങ്ങളും ഈശ്വരൻ്റെ ദാനങ്ങളുമാണ്. അതിന് തുറന്ന് ഇത്തരത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ മാത്രം പരാമർശിക്കുന്നത്. അതുകൊണ്ട് അന്ന് ആ അത്ഭുതം കിട്ടി എനിക്ക്. ഞാൻ തുള്ളിപ്പോയി സന്തോഷം കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ തുള്ളിപ്പോയി, ഫിസിക്കലി ഇന്നൊന്ന് ചാടിപ്പോയി ഞാൻ ആനന്ദം കൊണ്ട്. അത് കഴിഞ്ഞ ശേഷം അന്ന് രാത്രി ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു, ഇത്രയും അത്ഭുതം നിറഞ്ഞതാണ് ജീവിതം എന്ന് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു. ഓ, എന്തെല്ലാം അത്ഭുതങ്ങൾ ഇന്നും അങ്ങ് എനിക്ക് കാണിച്ചു തന്നു. നാളെയും എൻ്റെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞതാവണമെന്ന്. നാളെ മീൻസ് ഇന്നും ഈ വീഡിയോ ചെയ്യുന്ന ദിവസം, ഇന്നും അതെ, എൻ്റെ അടുത്തേക്ക് ഇതേപോലുള്ളതായിട്ടുള്ളൊരു വളരെ പോസിറ്റീവായിരിക്കുന്ന, ഹാപ്പിനെസ് ആയിരിക്കുന്ന ഒരു മെസ്സേജിൻ്റെ രൂപത്തിൽ ഒരു അത്ഭുതം വീണ്ടും വന്നു. ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളോട് പറയട്ടെ. ഈ വീഡിയോ ഒരു പക്ഷേ 4-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് വരുന്നത്. സ്റ്റിൽ ഞാനിത് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിച്ച അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. ചെയ്തു നോക്കണം. രാത്രിയിൽ ഉറങ്ങുമ്പോൾ നന്ദി നിറഞ്ഞൊരു കത്ത് ഈശ്വരനെ എഴുതിയ ശേഷം മനസ്സിൻ്റെ ഭാരങ്ങളെ മുഴുവൻ കാലിയാക്കി ക്ലീനാക്കിയിട്ട് അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് ഭഗവാൻ. രാത്രി ഉറങ്ങും മുന്നെങ്കിലും എൻ്റെ കുഞ്ഞ് എൻ്റെ ഒപ്പം കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ പ്രതീക്ഷകളെ ഭഗവാനോട് സംസാരിച്ച് നന്ദി പറഞ്ഞ ശേഷം തിരിച്ച് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ ലൈഫിലുള്ള എല്ലാ അത്ഭുതങ്ങളെയും ഓർമ്മിക്കും. നിങ്ങൾക്കും ഉണ്ടാവും. ഞാൻ പറയുന്നതിനൊരു 10 ഇരട്ടി അനുഭവം പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. ആ എല്ലാ അനുഭവങ്ങളും, എല്ലാ അത്ഭുതങ്ങളെ, ഞാൻ വാക്ക് മാറ്റട്ടെ, അനുഭവമല്ല അത്ഭുതങ്ങളെ ഓർമ്മിച്ച് ഹൃദയം നിറച്ച് നന്ദി പറഞ്ഞ് നാളത്തെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നിറഞ്ഞതായിരിക്കണം എന്ന് പറയണം. പ്രഭാതത്തിൽ ഉണരുമ്പോൾ ആദ്യം തന്നെ പറയണം, അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞ ഇന്ന് ഒരു പുതിയ തുടക്കത്തിന്, പുതിയ ദിവസത്തിന് ഭഗവാനെ 1000 നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കൂ. ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളെ ആകർഷിക്കൂ. എന്നും അത്ഭുതങ്ങൾ നിറഞ്ഞ, ആനന്ദം നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് സ്വന്തമാക്കാനാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.